എൻ്റെ പേര് സുജേഷാണ്. നമ്മളെ സ്ഥാപനം വരുന്നത് ഇവിടെ കന്യാകുമറി ഹീറോ ഷോറൂം ഓപ്പോസിറ്റ് സ്പാർക്ക് എഞ്ചിനീയറിംഗ് വർക്ക്സ്. ഞാൻ +2 കഴിഞ്ഞ് ഈ വർക്കിന് ഇറങ്ങിയതാണ്. 10-12 വർഷമായി. ഇപ്പോ ഈ റൂഫിംഗ് വർക്ക്, ഗേറ്റ്, ഗ്രില്ല്, പിന്നെ സ്റ്റീൽ വർക്ക്, അങ്ങനെ നല്ല വർക്കുകളുണ്ട്. ഓട് ഷീറ്റിൽ തന്നെ പലതരം ഷീറ്റുകളുണ്ട്. എസ്പാൻ ഷീറ്റ്, ടൈൽ ഷീറ്റ്, അങ്ങനെ പിന്നെ ഓടിന്റെ വർക്കുണ്ട്. സീലിംഗ് ഓട് വെച്ചിട്ട് ചെയ്യാം, സാധാ ഓട് വെച്ചിട്ട് ചെയ്യാം. ഷീറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ്. ഇപ്പൊ സാധനങ്ങൾക്ക് റേറ്റ് കൂടിയതുകൊണ്ട് ഇപ്പൊ ഗ്യാസിന്റെ ഈ പ്രശ്നം കാരണമൊക്കെ ഇപ്പൊ പൈപ്പിനും ടാങ്കുകളിലും ഷീറ്റിനൊക്കെ റേറ്റ് കൂടിയുണ്ട്. അതെ അതെ. അപ്പൊ പ്രൈസ് അതിനനുസരിച്ചിട്ട് നമ്മള് കുറച്ച് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റൂഫ് വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിന് വെച്ചിട്ടാണ്. വലിയ വർക്കൊക്കെ ആകുമ്പോൾ ഒരാഴ്ചത്തെ വർക്കൊക്കെ ഉണ്ടാവും. ചെറുതൊക്കെ ആകുമ്പോൾ 2-3 ദിവസം കൊണ്ടൊക്കെ രൂപമായിട്ട് പണി തീർത്ത് പോരാ. ഈ ഓട് വർക്ക് പറഞ്ഞില്ലേ, സീലിംഗ് ഓട് വെച്ചിട്ട്, അത് കുറച്ച് റിസ്ക് ഉള്ള വർക്കായിരുന്നു. നമ്മള് ഫസ്റ്റ് ടൈം ആയിരുന്നു ചെയ്തത്. പക്ഷെ നല്ല രീതിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കസ്റ്റമർ കുഴപ്പമില്ല. നമ്മള് നല്ല മിതമായ നിരക്കില് വൃത്തിയിലും ഭംഗിയിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ടുള്ള റേറ്റ് മേടിക്കുന്നുണ്ട്. തുടങ്ങിയ കാലഘട്ടം പോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഒരുപാട് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. അതില് മെയിനായിട്ട് ഇപ്പൊ ഗേറ്റ്, പിന്നെ ഉള്ളില് സ്റ്റെയറിന്റെ വർക്ക്, പിന്നെ ഈ ഓപ്പൺ ടെറസിലൊക്കെ ഷീറ്റ് വർക്ക്, പോളികാർബൺ, അങ്ങനെയുള്ള വർക്കുകൾ വരും. നമ്മള് ചാരുപടിയൊക്കെ സ്റ്റീലൊക്കെ ചെയ്യാറുണ്ട്. സിറ്റൗട്ടില് ചാരുപടി, പിന്നെ ഉള്ളില് ഹാൻഡ് റെയില് സ്റ്റീലിലും ചെയ്യാറുണ്ട്, ഇരുമ്പിലും ചെയ്യാറുണ്ട്. സ്റ്റെയർകേസ് ഇപ്പൊ പറഞ്ഞത് ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ 2 ലൈന് 3 ലൈന് പൈപ്പ് വരണ പോലെ വെച്ചിട്ട് ടോപ്പിൽ ഇങ്ങനെ വുഡ് വെച്ചിട്ട് ചെയ്യണ രീതിക്കാണ് അധികം ആൾക്കാർ അങ്ങനെ ചെയ്യണം. സ്റ്റീൽ ഒഴിവാക്കിയിട്ട് അധികം ആൾക്കാരും ഇരുമ്പില്. അത് ഡിസൈന് പാർട്ടിക്കാർ ഒന്നാമത് ഒരു മോഡൽ വെച്ച് തരും. അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. അല്ലാതെ നമ്മള് ഫോണില് കയ്യിലുള്ളത് നമ്മൾ ഡിസൈൻസ് അയക്കും. അപ്പൊ അവര് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും. സപ്പോർട്ട് ചെയ്യാറ് നമ്മള് 1-2 പണിക്കാരുണ്ട്. പിന്നെ പണിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ആളെ കൂട്ടും. നമുക്ക് ഒറ്റപ്പാലം പരിസരത്താണ് അധികം. കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ ഒന്നാമത് ഇപ്പൊ പണിക്കാരെ കിട്ടാണ്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പണിക്കാർ ഇതേപോലെ ഈ ഫീൽഡിലേക്ക് അധികം പുതിയ പണിക്കാർ ഇങ്ങനെ ആയിട്ട് ഇറങ്ങണില്ല. പഴയ പണിക്കാരെന്നെ നമ്മള് ഓരോരുത്തർ വിളിക്കുമ്പോ ഓരോ പണിത്തിരക്കിലാവും. പിന്നെ ഈ വെയിലും ചൂടും കാരണമൊക്കെ ഒന്നാമത് പണിക്കാര് നേരം പോലെ വരുന്നില്ല. അറിയുമ്പോ പറഞ്ഞാ നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. നമ്മള് ഒരു സ്വപ്നമായിരുന്നു ഒരു വർക്ക്ഷോപ്പ് ഇങ്ങനെ ഇട്ട് നടത്തിക്കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് സാധിച്ചു. പിന്നെ അങ്ങനെ സ്റ്റീൽ വർക്ക്, ചാരുപടി, സിറ്റൗട്ട് ഗേറ്റ്, നായ കയറാണ്ടിരിക്കാനൊക്കെ ഗേറ്റ് വെക്കുമല്ലോ, ആ സാധനം, പിന്നെ ഹാൻഡ് റെയില്, പിന്നെ ഈ ഇന്റർലോക്കിന്റെ അതെ. റൗണ്ട് പൈപ്പിനെക്കാളും നമുക്ക് പണി എളുപ്പം സ്ക്വയർ പൈപ്പാണ്. പിന്നെ കാണാനും ഭംഗിയുണ്ടാവും. ഗേറ്റ് ആയാലും ഈ ഉള്ളിലത്തെ ഈ ഇന്ത്യൻ വർക്ക് ആയാലും നമുക്ക് സ്ക്വയർ പൈപ്പ് ചെയ്താൽ നമ്മളോട് കാണാൻ ഭംഗിയുണ്ടാവും. കിണറിങ് അത് നമ്മുടെ തെരുവിലേക്കുള്ളതിനാണ്. പാരമ്പര്യത്തിലേക്കുള്ള കിണറിന്റെ മുകളില് നമ്മള് നായ പൂച്ച ചാടാണ്ടിരിക്കാൻ സേഫ്റ്റി ഗ്രില്ല്. ഫാമിലി വരുമ്പോ വൈഫുണ്ട്, പിന്നെ ഏട്ടൻ, ഏട്ടച്ചമ്മ, അമ്മ. അങ്ങനെ പുതുതായിട്ട് അങ്ങനെ പണിക്കാൻ ആരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല. പിന്നെ ഉള്ളവര് തന്നെ ഇതേപോലെ 2 ദിവസം വരിക, 3 ദിവസം ലീവ് എടുക്കുക, അങ്ങനെയൊക്കെ ആഴ്ചയിൽ 2 ദിവസം ലീവ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മള് ഈ വീട്ടുകളിലേക്ക് ജനല്, കട്ട്ള, നമ്മളെ ടാറ്റയുടെ പൈപ്പ് കൊണ്ട് ജനൽപ്പൊളി അടക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജനൽപ്പൊളി ചിലര് ജനൽപ്പൊളി വേണ്ട, കട്ട്ള പ്രൊഫൈൽ ഫ്രെയിം മാത്രം മതി പറയും. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ ചെയ്ത് കൊടുക്കലുണ്ട്. ജനൽപ്പൊളി മരത്തിന്റെ ആശാരിമാരെ കൊണ്ട് മരത്തിൽ ചെയ്യിപ്പിച്ചിട്ട് ഗ്ലാസ് ഇടിക്കുക, അങ്ങനെ ചെയ്യിക്കുന്നുണ്ട്. പിന്നെ കട്ട്ള പലതരത്തില് പല സൈസിലും. ഇവിടെ ഒറ്റപ്പാലം കണ്ണേമ്പ്രം ഹീറോ ഷോറൂം ഓപ്പോസിറ്റ് സ്പാർക്ക് എഞ്ചിനീയറിംഗ് വർക്ക്സ്.